രാവിലെ തന്നെ വണ്ടീനെ കുളിച്ച് കുട്ടപ്പനായിട്ട് നിർത്തി. വണ്ടി കഴുകി കഴിഞ്ഞപ്പോൾ അതേ വരുന്നു മഴ വീണ്ടും. ഹലോ പ്രിൻസിക്കാണേ, ഞാൻ ലേക്കാക്കില്ലേ. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം. രാവിലെ തന്നെ ഇറങ്ങി വോളിബോൾ കളിക്കാനായിട്ട്. ബാക്കിൽ നമ്മൾ ചങ്കപ്പൊടിയാട്ടാ അനീഷ്. മാർട്ടിൻ ലൂതർ കിങ് എന്നാണ് അവന് പുതിരുത്തിൽ അറിയപ്പെടുക. ഇന്ന് മുടക്കായ കാരണം ഫുൾ ടീമിനുണ്ടോ നമ്മുടെ. എല്ലാവരും കളിക്കാൻ വേണ്ടിയിട്ട് 6-6 നിൽക്കണേ. അപ്പോഴേക്കും ഒരു ടീമിന്റെ ക്യാപ്റ്റൻ PC മാമൻ എത്തി. എല്ലാ നാട്ടിലുള്ള ഞങ്ങളുടെ നാട്ടിലുണ്ട് ഒരു രക്ഷാധികാരി ബൈജു പോലെ ഒരു ബാലേട്ടൻ പോലത്തെ ഒരാൾ. ഇതാണ് ഞങ്ങളുടെ നിമേഷ് പുതിരുത്തി, ഞങ്ങളുടെ എല്ലാവരെയും ബാലേട്ടൻ. അങ്ങനെ കളി കഴിഞ്ഞപ്പോൾ ഞാൻ ഉച്ചരേണ്ടി ഞങ്ങളുടെ അടുത്ത് മയിലാടാൻപാറയ്ക്ക് പോയി. ഞങ്ങൾ പുതിരുത്തിൽ ഒരു ചെറിയൊരു മിനി ടൂറിസ്റ്റ് പ്ലേസ്. എളുപ്പമല്ലട്ടാ മയിലാടാൻപാറയ്ക്ക് പോകാനും. ഒരു കുത്തലൊരു പാറയാണ്. അതിന്റെ മേലെ എത്തുമ്പോഴേക്കും ഞാൻ കിതച്ച് പട്ടിയായി. അവിടെ എത്തുമ്പോഴേക്കും സൂര്യൻ ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായി. നൈസ് വ്യൂ കേട്ടാ മേലെ കയറി നിന്ന് കഴിഞ്ഞാൽ. ഇതാണ് ഞങ്ങളുടെ മയിലാടാൻപാറ. എന്നിട്ട് മേലെ നിന്ന് കാണാനുള്ള കാഴ്ച. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പുതിരുത്തിയുടെ ഒരു 3/4 ഭാഗം കാണാൻ പറ്റും. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിന്റെ ശോഭാ സിറ്റി ആയിട്ട് ആ ബിൽഡിങ് കാണുന്നത്. ഇവിടെ നിന്ന് ആ തൃശ്ശൂരിൻ്റെയും ഒരു 1/4 ഭാഗം കാണാൻ പറ്റൂട്ടാ. കണ്ട വ്യൂ കണ്ട എന്ത് രസമല്ല കാണാൻ. അപ്പം എല്ലാവരും തൃശ്ശൂർ ഞങ്ങളെ പുതിരുത്തിയുടെ മയിലാടാൻപാറയ്ക്ക് ഈവനിങ് സമയത്തൊക്കെ വായോട്ടാ. മഴക്കാർ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി തുടങ്ങി. അല്ലെങ്കിൽ നീരിച്ചിട്ടുണ്ട്. ഇനി മഴയും കൊണ്ടുണ്ട് പനിയാവും. അപ്പോൾ ശരി കേട്ടോ, നമുക്ക് അടുത്തേലാണ്. ടയേർഡായി. ബായ്.